ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റോൺ ചെയിൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സിൽവർ കളർ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വരച്ച ഷേപ്പിലൂടെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് ഈ സ്റ്റോണിന് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യാതെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ആ ലൈനിലൂടെ ആ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതുപോലെ ഈ ഫസ്റ്റത്തെ സ്റ്റോണിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ഗ്യാപ്പിൻ്റെ അടുത്തായിട്ട് കറക്റ്റ് നമ്മൾ വരച്ച ആ ലൈനിൽ ഒരു ലൂപ്പിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പിലൂടെ തൊട്ട മുകളിലായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്തതുപോലെ നീഡിലിനെ താഴേക്ക് എടുത്തതിന് ശേഷം ആ ലൈനിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോണിൻ്റെ അടുത്തുള്ള ഗ്യാപ്പിലേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ തൊട്ടടുത്തേക്ക് നീക്കിയതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ എടുക്കുക. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നമ്മൾ അടിയത്തെ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ആ ലൈനിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വീണ്ടും ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിൻ്റെ അവിടെ പോയിട്ട് ഒരു ചെയിൻ എടുക്കുക. ആ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് പോവുക. അവിടെ വീണ്ടും ഒരു ചെയിൻ എടുക്കുക. താഴേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ചെയിൻ എടുക്കുക. നമ്മൾ ഇപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ താഴേക്ക് വരുന്ന ടൈമിൽ ഇവിടെ ഓരോരോ ചെയിനും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ചെയിൻ എടുക്കാതെ നമ്മൾ ഈ സ്റ്റോൺ അടുത്തടുത്തുള്ള സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ താഴെ എടുക്കുന്ന ചെയിന് ഇടാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തൊട്ടടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ മുകളിലേക്ക് താഴേക്കും പോയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെയിൻ എടുക്കുന്നുണ്ടല്ലോ, അത് എടുക്കുന്നതിന് പകരം നമ്മൾ നേരെ തൊട്ടടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിലേക്ക് പോവുക. ആ ലൈനിൽ തന്നെ നമ്മൾ ചെയിൻ എടുക്കുക, മുകളിൽ പോവുക, വീണ്ടും താഴേക്ക് വലിച്ചടിപ്പിക്കുക. എന്നിട്ട് താഴത്ത് ചെയിൻ എടുക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് തൊട്ടടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിലേക്ക് പോവുക. എന്നിട്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് ലൈന് തന്നെ കുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ലൈന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വരച്ച് വെച്ചിട്ടുള്ള ഷേപ്പ് മാറിപ്പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ കറക്റ്റ് ലൈനിലൂടെ തന്നെ നമ്മളിങ്ങനെ ചെയിൻ എടുത്തു പോവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ ഇങ്ങനെ അടുത്തടുത്തുള്ള സ്റ്റോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ താഴേക്ക് വന്നിട്ടുള്ള ചെയിനിനെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് തൊട്ടടുത്ത ഗ്യാപ്പിലേക്ക് പോകാമെന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് തീരുന്ന ടൈമിൽ നമ്മൾ ഈ താഴെ ഭാഗത്ത് തന്നെ നമ്മൾ എൻഡ് ലോക്ക് ഇട്ട് വേണം ഈ ചെയിനെ നിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനി കോർണറിലൊക്കെ ചെയിൻ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ചെയ്യാതെ നമ്മൾ സ്റ്റോണ് ഷേപ്പിലൊന്നും കോർണറൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോർണർ എത്തുമ്പോൾ നമ്മൾ സ്റ്റോൺ കട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ.